ഹജ്ജ് ദിനങ്ങളിൽ തീർത്ഥാടകർക്ക് മിന, മുസ്തലിഫ, അറഫ എന്നിവിടങ്ങളിലേക്ക് സഞ്ചരിക്കുന്നതിനാണ് 2011 മശായിർ മെട്രോ പ്രവർത്തനം ആരംഭിച്ചത്. അറഫയ്ക്കും മുസ്തലിഫയ്ക്കും ഇടയിൽ 7 മിനിറ്റ് കൊണ്ടും അറഫയ്ക്കും മിനക്കും ഇടയിൽ 13 മിനിറ്റുകൾ കൊണ്ടും മശായിർ ട്രെയിൻ വഴി യാത്ര ചെയ്യാനാവും. ആധുനിക സൗകര്യങ്ങളോടെ 9 സ്റ്റേഷനുകളാണ് അറഫയ്ക്കും മിനക്കും ഇടയിൽ നിർമ്മിച്ചിരിക്കുന്നത്. നേരത്തെ ഹാജിമാരെ വഹിച്ചുകൊണ്ട് സർവീസ് നടത്തിയിരുന്ന 12,000 ബസ് സർവീസുകൾ മശായിർ ട്രെയിൻ വന്നതോടെ ഒഴിവാക്കാനായി. ഇതുവഴി പുണ്യസ്ഥലങ്ങളിലെ പരിസര മലിനീകരണം കുറയ്ക്കാനും റോഡുകളിലെ തിരക്കൊഴിവാക്കി തീർത്ഥാടകരുടെ കാൽനട യാത്ര സുഖകരമാക്കാനും സാധിച്ചു. 4 ലക്ഷത്തോളം തീർത്ഥാടകർക്കാണ് മെട്രോ വഴി യാത്ര ചെയ്യാൻ സാധിക്കുക. ഇന്ത്യയിൽ നിന്നും ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ ഹജ്ജിനെത്തിയ തീർത്ഥാടകർക്ക് ഇത്തവണയും മെട്രോ സൗകര്യം അനുവദിച്ചിട്ടുണ്ട്. ടിക്കറ്റ് ഇപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. നമ്മൾ ഇന്ന് 2-3 ദിവസത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. എല്ലാ മക്തബ് വൈസ് സെഗ്രിഗേറ്റ് ചെയ്യുന്നുണ്ട്. സെഗ്രിഗേറ്റ് ചെയ്ത് ബിൽഡിംഗ് വൈസ് സെഗ്രിഗേറ്റ് ചെയ്തിട്ട് പിന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഹജ്ജ് സമയത്ത് മാത്രം ഉപയോഗപ്പെടുത്തുന്ന 18 കിലോമീറ്റർ നീളമുള്ള മെട്രോ ലൈൻ $177 കോടി ചെലവഴിച്ചാണ് നിർമ്മിച്ചത്. ചൈന റെയിൽവേ കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന കമ്പനിയാണ് മെട്രോ നിർമ്മിച്ച് ഇതുവരെ പ്രവർത്തിപ്പിച്ചത്. 2010 പ്രവൃത്തി ആരംഭിച്ച് പിറ്റേ വർഷം തന്നെ മെട്രോ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. കരാർ പൂർത്തിയായതോടെയാണ് ചൈനീസ് കമ്പനി ഈ വർഷത്തോടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നത്. അടുത്ത വർഷം മുതൽ മലേഷ്യൻ കമ്പനിയാണ് മെട്രോ പ്രവർത്തിപ്പിക്കുക. സാദിഖ് അലി തുവൂർ, മീഡിയ 1, ജിദ്ദ.